അന്താരാഷ്ട്ര അതിർത്തിയിൽ ഇനി അമിത്ഷായുടെ ബുൾഡോസറുകൾ ഇറങ്ങും. രാജ്യസുരക്ഷയെ ശക്തിപ്പെടുത്താൻ നിർണായക നീക്കവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ പരിധിക്കുള്ളിലെ അനധികൃത നിർമ്മാണങ്ങൾ ഉടൻ തന്നെ പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി അമിത്ഷാ. അമിത്ഷായുടെ അധ്യക്ഷതയിൽ നടന്ന ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിലാണ് കടുത്ത രീതിയിലുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലെ അതിർത്തി ജില്ലയായ ബിക്കനീർ, അതേപോലെ ജയ്സാൽമീർ, ബാർമീർ, ശ്രീ ഗംഗാനഗർ, പഹോൽദി എന്നിവിടങ്ങളിലെ ജില്ലാ കളക്ടർമാരും പോലീസ് മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര അതിർത്തിയുടെ 0 മുതൽ 15 കിലോമീറ്റർ വരെയുള്ള മേഖലകളിൽ യാതൊരുവിധ അനധികൃത നിർമ്മാണത്തിനും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഇവിടെ സ്വീകരിക്കുമെന്നതാണ് ഈ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സാധ്യതകൾ മുൻനിർത്തിയാണ് കടുത്ത നിലപാടുകൾ ഇവിടെ സ്വീകരിക്കുന്നതെന്നതാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. ഓരോ അതിർത്തി ജില്ലയ്ക്കുമായി തന്നെ പ്രത്യേക സുരക്ഷാ ചട്ടക്കൂട് രൂപീകരിക്കാനും കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നതിനായി തന്നെ പ്രാദേശിക ജനങ്ങളെയും സംസ്ഥാന സർക്കാരിനെയും വിവിധ സുരക്ഷാ ഏജൻസികളെയും ഏകോപിപ്പിച്ചുള്ള സമഗ്ര സംവിധാനമാണ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. അതിർത്തി പ്രദേശങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങൾ സുരക്ഷാ ഭീഷണിക്ക് വഴിയൊരുക്കുമെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രത്തിന്റെ പുതിയ നടപടി. അതിർത്തി നിരീക്ഷണം, അനധികൃത കടന്നുകയറ്റം, കടത്ത് പ്രവർത്തനങ്ങൾ എന്നിവ തടയുന്നതിനും കൂടുതൽ ശക്തമായ സംവിധാനങ്ങൾ ഒരുക്കുമെന്നതാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശത്തോട് അതിർത്തി ജില്ലകളിൽ വലിയ പരിശോധനകളും പൊളിച്ചു നീക്കൽ നടപടികളും ഉടൻ തന്നെ ആരംഭിക്കാനാണ് സാധ്യത. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ തന്നെ ഇനി കൂടുതൽ കടുത്ത നിലപാടുകൾ ഉണ്ടാകുമെന്ന സൂചന പോലും കേന്ദ്രം നൽകുന്നുണ്ട്. അടുത്ത 3 ആഴ്ചയ്ക്കുള്ളിൽ അമിത്ഷാ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. അതുപോലെ നുഴഞ്ഞുകയറ്റം, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, കയ്യേറ്റം, ഭീകരവാദ, ധനസഹായം, മറ്റ് അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവ ഫലപ്രദമായി തന്നെ കൈകാര്യം ചെയ്യുന്നതിന് അതിർത്തി സുരക്ഷാ സേനയാകട്ടെ അവിടെ വലിയ രീതിയിൽ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സ്, അതുപോലെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഏകോപിത അതിർത്തി മാനേജ്മെന്റ് ആ ഒരു തന്ത്രം ഇവിടെ രൂപം നൽകിയിരിക്കുകയാണ്. അതേപോലെ തന്നെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, ചീഫ് സെക്രട്ടറി വി ശ്രീനിവാസ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായ ഗോവിന്ദ് മോഹൻ, മറ്റ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലെ ബാങ്കിംഗ് ഇടപാടുകൾ പരിശോധിക്കുന്നതിന് ശക്തമാക്കാൻ കളക്ടർമാർക്ക് കൂടുതൽ അധികാരവും ഉത്തരവാദിത്വവും നൽകിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. നേരത്തെ ഇത്തരത്തിൽ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ എത്തിക്കുന്ന ഏജന്റുകൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. നുഴഞ്ഞുകയറ്റക്കാരെ ബംഗ്ലാദേശികൾക്ക് വ്യാജ ആധാർ അടക്കമുള്ള രേഖകൾ നൽകുന്നതായും അതിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ചോർത്തി നൽകുന്നത് ഇവരാണ് എന്ന് പോലും കണ്ടെത്തൽ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ അമിത്ഷായുടെ ശക്തമായ നീക്കം, അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാട് എടുത്തുകൊണ്ടുള്ള നീക്കം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.